എല്ലാവർക്കും നമസ്കാരം. വിഭജിക്കയിലേക്ക് വീണ്ടും സ്വാഗതം. ജീവിതം, വിധി, മുൻജന്മം, കർമ്മം, കർമ്മഫലം എന്നിവയെക്കുറിച്ച് മുൻ വീഡിയോയിൽ പറയുകയുണ്ടായി. അതിൽ നിന്നും വ്യത്യസ്തമായ ഒരു വിഷയമായാലോ ഇന്ന്? എന്താണ് മരണം? പ്രാണൻ മനസ്സിനെ ശരീരത്തിൽ നിന്നും വേർപെടുത്തുന്ന പ്രക്രിയയാണ് മരണം. പ്രാണന്റെ ഗതി മുകളിലൂടെയാണ്. പ്രാണൻ ശരീരം വിട്ടു പോകുന്നതും മുകളിലൂടെയാണ്. ജനിച്ചു വരുന്നതും മുകളിലൂടെയാണ്. മൂർധാവിൽ, അതായത് തലയുടെ മുകൾ ഭാഗത്ത് ഒരു സുഷിരമുണ്ട്. ബ്രഹ്മരന്ധ്രം എന്ന പേരിൽ അറിയപ്പെടുന്നു. ജനിച്ചു വീഴുന്ന കുഞ്ഞിൻ്റെ മൂർധാവിലാണ് പ്രാണന്റെ തുടിപ്പ്. പ്രാണൻ താഴേക്ക് വരുന്നതും അതുപോലെ തന്നെ മുകളിലേക്ക് പോകുന്നതും ബ്രഹ്മരന്ധ്രത്തിൽ കൂടെയാണ്. മനസ്സിൽ ഒരുപാട് അനാവശ്യ ചിന്തകളും ധാരാളം ദുഃഖങ്ങൾ ഉള്ളവരിലും പ്രാണബലം കുറവും താഴെയുള്ള അപാനബലം കൂടുതലുമാണ്. മൂർധാവിലിരിക്കുന്ന പ്രാണനെ പ്രാണൻ എന്നും ഏറ്റവും താഴെയിരിക്കുന്ന പ്രാണനെ അപാനൻ എന്ന പേരിലും അറിയപ്പെടുന്നു. അപാനൻ ആണ് നാം കഴിക്കുന്ന ആഹാരത്തെ താഴേക്ക് വലിക്കുന്നതും മലമൂത്ര വിസർജനാദികൾ ചെയ്യുന്നതിനും സഹായിക്കുന്നത്. മനസ്സിൻ്റെ ഭാരം കുറച്ച് പ്രാണശക്തി കൂട്ടുക. പ്രാണഗതി കൂടുമ്പോൾ ഊർജവും ഉത്സാഹവും മനസ്സിന് കൂടും. മനസ്സും പ്രാണനും ചേരുന്ന കൂട്ടിനെയാണ് പ്രാണാത്മാവ് എന്ന് അറിയപ്പെടുന്നത്. ഇനിയും കൂടുതൽ അറിവുകളുമായി നമുക്ക് വീണ്ടും കാണാം. നന്ദി.